കാലം എത്ര മാറിയെന്ന് പറഞ്ഞാലും 21-ാം നൂറ്റാണ്ടാണ് എന്ന് പറഞ്ഞാലും സ്ത്രീയും പുരുഷനും തുല്യരാണ് അല്ലെങ്കിൽ രണ്ടുപേരും ഈക്വൽ ആണെന്ന് പറഞ്ഞാലും ഇതൊന്നുമല്ല ഇന്നത്തെ പല പുരുഷന്മാരുടെയും പ്രത്യേകിച്ച് പുരുഷന്മാരുടെ ഉള്ളിലും അവരാണ് സ്ത്രീകളെക്കാൾ മുകളിൽ എന്ന ഒരു ചിന്താഗതിയുണ്ട്. പക്ഷേ ഈ പുതിയ തലമുറയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ പോലും പല സാഹചര്യത്തിലും അല്ലെങ്കിൽ പലപ്പോഴും അത് മനഃപൂർവ്വം അല്ലെങ്കിൽ പോലും പലരുടെ വായിൽ നിന്ന് അത്തരത്തിലുള്ള പരാമർശങ്ങൾ വീഴാറുണ്ട്. അത് പിന്നീട് വലിയ രീതിയിലുള്ള വിവാദങ്ങളാകാറുമുണ്ട്. അപ്പോൾ അതൊരു ചിന്താഗതിയുടെ പ്രശ്നമാണ്. എല്ലാ കാലത്തും അല്ലെങ്കിൽ ഇപ്പൊ തുല്യതയുടെ കാര്യം പറയുമ്പോൾ തന്നെ പുരുഷ വിഭാഗം ചോദിക്കാൻ പോകുന്നത് കേരളത്തിലെ സ്ത്രീയും പുരുഷനും തുല്യരാണെങ്കിൽ എന്തിനാണ് പ്രിയദർശിനി ബസ്സിൽ സ്ത്രീകൾക്ക് മാത്രമായി സൗജന്യ യാത്ര നൽകുന്നത്? അതിന്റെ ആവശ്യമില്ലല്ലോ. നിങ്ങൾ പറയുന്നുണ്ടല്ലോ സ്ത്രീയും പുരുഷനും തുല്യരാണ് എന്ന്. സ്ത്രീകൾക്ക് വനിതാ കമ്മീഷൻ ഉള്ളപ്പോൾ തുല്യതയുടെ ഭാഗമായി പുരുഷ കമ്മീഷൻ വേണം എന്ന് വാദിക്കുന്ന ഒരു വിഭാഗമുള്ള നാടാണ് നമ്മളുടേത്. അതിൻ്റെ അകത്ത് KSRTC ബസ്സിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നൽകുമ്പോൾ അതിൽ നിന്ന് തന്നെ സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും വലിയ മെസ്സേജ് എന്ന് പറയുന്നത് സൗജന്യ യാത്ര നൽകിയപ്പോൾ തന്നെ ഉണ്ടായിരുന്നു പുരുഷന്മാർക്ക് വേറെ നൽകണം എന്ന് പറഞ്ഞിട്ട് ഒരു വാദം ഉണ്ടായിരുന്നു, ഒരു ആവശ്യം. അല്ല, സൗജന്യ യാത്ര എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ സ്ത്രീകൾക്ക് സർക്കാർ ബസ്സിൽ KSRTC ബസ്സിൽ സൗജന്യ യാത്ര നൽകുമ്പോൾ അതിലൂടെ പറയുന്നത് കേരളത്തിലെ സ്ത്രീകൾ പുരുഷനൊപ്പം എത്തിയിട്ടില്ല എന്ന് തന്നെയാണ്. അത് മറ്റൊന്നും കൊണ്ടല്ല, സാമ്പത്തികമായി. പിന്നെ നമ്മൾ ചിന്തിച്ചു വരുന്ന നമ്മുടെ കുറെ ചിന്താഗതികളുണ്ടല്ലോ. സ്ത്രീ ഇതൊക്കെ ചെയ്യേണ്ടവളാണ് അല്ലെങ്കിൽ സ്ത്രീകൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. നമ്മൾ 21-ാം നൂറ്റാണ്ടാണ്, ഇപ്പോഴത്തെ തലമുറയെല്ലാം മാറി പുരുഷനും സ്ത്രീയും തുല്യമായി വീട്ടിലെ എല്ലാ പണിയും തുല്യമായി എടുക്കണം എന്നൊരു അഭിപ്രായം അല്ലെങ്കിൽ ആ ഒരു അഭിപ്രായത്തിലേക്കും ചിന്താഗതിയിലേക്കും നമ്മൾ മാറുമ്പോഴും കഴിഞ്ഞ ദിവസം സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി സ്ത്രീകൾക്ക് വേണ്ടി ഇന്ദിരാ ഗ്യാരണ്ടിയിൽ 5 ഗ്യാരണ്ടി പ്രഖ്യാപിക്കുമ്പോൾ അതിൽ എല്ലാത്തിലും സ്ത്രീകളെ പ്രധാനമായി അല്ലെങ്കിൽ സ്ത്രീകളെ ഉന്നമനത്തിന് വേണ്ടിയുള്ള ഗ്യാരണ്ടികൾ പ്രഖ്യാപിക്കുന്നു. സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് വേണ്ടി പിങ്ക് ബസ് ഏർപ്പാടാക്കുന്നു, പ്രിയദർശിനി പദ്ധതി നടപ്പിലാക്കുന്നു. അങ്ങനെ സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്ന സ്ത്രീപക്ഷ സർക്കാർ. ഇങ്ങനെ സ്ത്രീകളെ സന്തോഷിപ്പിക്കല്ലേ സതീശ എന്ന് പറഞ്ഞവർക്കിടയിലേക്ക് ഒരു വിമർശിക്കാനുള്ള ഒരു വകുപ്പ്, അതും സ്ത്രീകളുമായി. അല്ലെങ്കിൽ അദ്ദേഹം കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി സംസാരിച്ചപ്പോൾ പറഞ്ഞ ഒരു കാര്യം, ഒരുപാട് കാര്യങ്ങൾ പറയുന്നതിന്റെ കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞതാണ്, മരുമക്കൾക്ക് നല്ല രുചിയുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാക്കാൻ അമ്മായിയമ്മമാർ പറഞ്ഞു കൊടുക്കുന്നില്ല എന്നുള്ളത്. എന്തുകൊണ്ട് മകന് പറഞ്ഞു കൊടുക്കുന്നില്ല അല്ലെങ്കിൽ മരുമകന് പറഞ്ഞു കൊടുക്കുന്നില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞില്ല. അപ്പോൾ എല്ലാവരുടെയും അല്ലെങ്കിൽ ഒരു വിഭാഗത്തിന്റെ ഉള്ളിൽ ഇപ്പോഴും സ്ത്രീകൾ അടുക്കളപ്പണി ചെയ്യേണ്ടവരാണ് എന്ന ഒരു ചിന്താഗതി തന്നെയല്ലേ? ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, മുഖ്യമന്ത്രി VD സതീശൻ ഇത് ആദ്യമായിട്ടല്ല പല വിവാദങ്ങളിലും പെടുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് സ്ത്രീകളുടെ ഇതിലും വന്നു. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ പ്രിയദർശിനി ബസ് സ്ത്രീകൾക്ക് മാത്രമായിട്ട് സൗജന്യം നൽകുന്നു എന്ന് പറഞ്ഞപ്പോൾ ഒരു വാദം ഉയർന്നു വന്നത് പുരുഷന്മാർക്കും സൗജന്യ യാത്ര വേണം എന്നുള്ളൊരു ബസ് അതിനായിട്ടുള്ള നടപടി എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഉയർന്നു വന്ന ഒരു പ്രശ്നമാണ്. അപ്പോൾ ഇതിനകത്തൊരു കാരണം കൂടി പറയുന്നുണ്ടായിരുന്നു. VD സതീശൻ അന്ന് പ്രസംഗിച്ച ഒരു വാക്ക് അതും വിവാദമായിട്ടുണ്ടായിരുന്നു. അന്ന് പറഞ്ഞത് സ്ത്രീകൾക്ക് സൗജന്യമായ യാത്ര കൊടുത്ത് ആ പൈസ മിച്ചം വെക്കാം, അത് വീട്ടിൽ തന്നെ ഉണ്ടാകും. പക്ഷേ പുരുഷന്മാർക്ക് മിച്ചം വെച്ച് പൈസ കൊടുത്താൽ അത് വേറെ ആവശ്യങ്ങൾക്ക് പോകും, അത് സർക്കാരിലേക്ക് തന്നെ എത്തും, പക്ഷെ കുടുംബത്തിന് പ്രയോജനമാകില്ല എന്നുള്ളൊരു പ്രസ്ഥാനം കൂടി ഇറക്കിയിട്ടുണ്ടായിരുന്നു. അത് ഉദ്ദേശിച്ചത് ഇവര് മദ്യപിക്കാനും മറ്റ് ആവശ്യങ്ങൾക്കൊക്കെ ചെലവഴിക്കും, ഇതുകൊണ്ട് കുടുംബത്തിന് യാതൊരു ഗുണവും ഉണ്ടാവില്ല. അതേസമയം സ്ത്രീകൾക്ക് സൗജന്യ യാത്ര കൊടുത്ത് ആ പണം ഒരു മാസം ഒരു നല്ലൊരു തുക മിച്ചം വെക്കാൻ പറ്റുന്നത് അവർക്കൊരു ഗുണമാകും എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും അന്നൊരു വിവാദമായിരുന്നു. അന്ന് പുരുഷന്മാരെല്ലാവരും കൂടി പുരുഷന്മാരെ അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം കൂടി വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ വന്നിരിക്കുന്നത് സ്ത്രീകളെ അധിക്ഷേപിച്ചു എന്നുള്ള രീതി, അതായത് സ്ത്രീകൾക്ക് മാത്രം സ്ത്രീകളുടെ മാത്രം ഉത്തരവാദിത്തമാണ് ഭക്ഷണം പാകം ചെയ്യൽ, അങ്ങനെയുള്ള കാര്യങ്ങൾ എന്നുള്ള രീതിയിലാണ് പിന്നെ VD സതീശൻ ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്. അതായത് അമ്മമാര്, അതായത് പാരമ്പര്യമായിട്ട് പല അമ്മമാർക്കും പ്രായമുള്ള ആൾക്കാർക്ക് പല ഡിഷും ഉണ്ടാക്കാൻ പ്രത്യേക രസമുള്ള, ചിലപ്പോൾ ഒരാൾ ചെയ്യുന്നതായിരിക്കില്ല വേറൊരാൾക്ക് ഉണ്ടാവുക, പല രുചികരമായ ഭക്ഷണങ്ങൾ ഉണ്ടാക്കാനുള്ള കഴിവുണ്ടാവും. ആ ഭക്ഷണങ്ങൾ മരുമക്കൾക്ക്, അതായത് വീട്ടിലെ മക്കൾക്ക്, സ്ത്രീകൾക്ക്, മകന്റെ ഭാര്യയ്ക്കോ മരുമക്കൾക്ക് ആർക്കും പകർന്നു കൊടുക്കുന്നത് നല്ലതാണ്. അതാണ് ആ പാരമ്പര്യം നിലനിർത്താൻ പറ്റുള്ളൂ. ആ ഒരു പലഹാരത്തിന്റെ ആ രുചിക്കൂട്ട് മറ്റുള്ളവർ നിലനിർത്തി പോകണം എന്നുള്ള ഒരു ആഗ്രഹമാണ് മുഖ്യമന്ത്രി പങ്കുവെച്ചത്. അപ്പൊ അതിനകത്ത് പറഞ്ഞിരിക്കുന്നതില് മക്കൾക്ക് എന്നുള്ളത് പറയുന്നതിന് പകരം മരുമക്കൾ അല്ലെങ്കിൽ സ്ത്രീകൾക്ക്, മക്കൾക്ക്, പെൺമക്കൾക്ക് എന്നുള്ള ഒരു രീതിയിൽ മകൾക്ക് അല്ലെങ്കിൽ മകന്റെ ഭാര്യയ്ക്ക് എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഒരു പ്രശ്നം വന്നത്. ഇത് മക്കൾക്ക് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ മക്കൾക്ക് കൂടി പറഞ്ഞു കൊടുക്കണം എന്ന് പറയുകയാണെങ്കിൽ ഈ പ്രശ്നം വരില്ലായിരുന്നു. മക്കൾക്കും എനിക്ക് തോന്നുന്നു മകന്റെ ഭാര്യയ്ക്കും എന്ന് പറഞ്ഞു തോന്നുന്നു. എന്നാൽ പോലും മക്കൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് രണ്ടും വരുന്നുണ്ടല്ലോ. പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും മകന്റെ ഭാര്യ എന്ന് എടുത്തു പറയുന്നത് എന്തിനാണ്? മകന്റെ ഭാര്യ എന്ന് പറയുന്നത് ഇപ്പം സ്വാഭാവികമായിട്ടും ഈ ഇതിനകത്തൊരു വിവാഹം കഴിച്ചു പോയിട്ട് കഴിഞ്ഞാൽ അപ്പൊ അമ്മയുടെ വീട്ടിലായിരിക്കില്ലല്ലോ, അപ്പൊ മകന്റെ ഭാര്യ ആയിരിക്കും പുറത്തുനിന്ന് വരുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ. മക്കൾ എന്ന് പറയുന്നതിൽ മകനും മരുമക്കൾക്ക് എന്ന് പറയാലോ, മരുമക്കൾക്ക് പാചകം ചെയ്യാൻ പറഞ്ഞു കൊടുക്കട്ടെ എന്ന് പറഞ്ഞാൽ കഴിയാവുന്ന പ്രശ്നമല്ലേ ഉണ്ടായിരുന്നു. അതേ ഉള്ളൂ. അതിപ്പോ സ്വാഭാവികമായിട്ടും ഇപ്പം പിന്നെ അതായത് ഇപ്പൊ ഒരു
അമ്മയുടെ ഒരു ഭാര്യയുടെ വീട്ടിലേക്ക് പോയി നിൽക്കുന്ന ആള് ചിലപ്പോ അവിടെയുള്ള ഭാര്യയുടെ അമ്മ ചിലപ്പോൾ മകൾക്ക് പറഞ്ഞു കൊടുക്കാത്തൊരു അവസ്ഥയായിരിക്കും. അപ്പം അങ്ങനെയുള്ളത് കൊണ്ടായിരിക്കും ചിലപ്പോൾ വന്നത്. സ്ത്രീയോട് മാത്രം പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യം എന്താണെന്ന് അല്ല, ഇതിൽ മക്കൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ആൺമക്കളും പെൺമക്കളും എന്ന് പറയുന്ന സാധനം എന്തിനാണ് ഉപയോഗിച്ചത്? മരുമക്കൾ ഉപയോഗിച്ചിട്ടില്ല, മരുമകൾക്ക് എന്നുള്ളൊരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ള ജനം. പക്ഷെ അപ്പുറത്ത് മക്കൾ എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ തന്നെ ഞാൻ ചോദിക്കട്ടെ, മക്കൾ എന്ന് പറയുന്നത് എന്റെ അമ്മയ്ക്ക് 2 മക്കളുണ്ട് എങ്കിൽ അത് 2 മക്കളിൽ ആൺമക്കളും പെൺമക്കളും വരും. ഞാൻ കല്യാണം കഴിച്ച് പോകുന്നു, മറ്റൊരു സ്ഥലത്ത് പോകുമ്പോൾ അത് ഞാൻ അവരുടെ മരുമകളാണ്. അപ്പൊ മരുമകൾക്ക് പാചകം പറഞ്ഞു കൊടുക്കട്ടെ. ഇനി അവർക്കൊരു മരുമകൻ ഉണ്ട് എങ്കിൽ അവർ പാചകം പഠിക്കേണ്ട എന്ന് പറഞ്ഞ രീതി ശരിയല്ലല്ലോ. ഇവിടെ നിന്ന് പഠിക്കണ്ടെന്ന് പറഞ്ഞിട്ടില്ല, പറഞ്ഞു ഞാൻ പറയുന്നില്ലല്ലോ. ഇവിടെ നിന്ന് ഒരു സ്ത്രീ കല്യാണം കഴിച്ചു പോകുമ്പോൾ അത് മറ്റൊരു വീട്ടിൽ അടുക്കളപ്പണി ചെയ്യാനാണ് എന്ന ഒരു ചിന്താഗതി പണ്ട് മുതൽക്കേ ഉണ്ട്. അതിൽ വലിയ മാറ്റങ്ങൾ ഇപ്പൊ വന്നിട്ടുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. എന്നാൽ പോലും മരുമകൾ എന്നതുകൊണ്ട് മുഖ്യമന്ത്രി എന്താണ് ഉദ്ദേശിച്ചത്? അപ്പൊ പെൺകുട്ടികൾ ചെയ്യേണ്ട ജോലിയാണോ ഇത്? ഒരു പക്ഷേ മരുമകൾ എന്നുള്ളത് ഉദ്ദേശിച്ചിട്ടൊന്നും ഉണ്ടാവില്ല. എനിക്ക് മനസ്സിലാക്കുന്നത് ഇത് പറഞ്ഞതിലൂടെ മുഖ്യമന്ത്രി ഉദ്ദേശിച്ചത് ഈ പരമ്പരാഗതമായ രീതി, ഭക്ഷണം പാചകം ചെയ്യുന്ന രീതി മറ്റുള്ളവർ കൂടി പകർന്നു കൊടുക്കട്ടെ എന്ന് മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അതിൽ മക്കളോ മരുമകളോ ഒന്നും സ്ട്രെസ് ചെയ്തിട്ടുണ്ടാവില്ല. മറ്റേതായിരിക്കും പോയിന്റ്. ഈ ഭാഗം പണ്ടേ ഉള്ള എല്ലാ കാര്യങ്ങളും പരമ്പരാഗതമായി വരുന്ന കലാരൂപം അതൊക്കെ പറയുന്നുണ്ട്. കലകൾ പോലും നമ്മുടെ നാട്ടിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നു. ആ തരത്തിൽ പറയുമ്പോൾ പോലും ഒരു വിവാദത്തിനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തത് വി.ഡി. സതീശൻ എന്ന മുഖ്യമന്ത്രി. പക്ഷെ പുള്ളി പറയുമ്പോൾ ഒരു പക്ഷേ ഈ ഒരു വിവാദം ഇതിനകത്ത് കയറി വരുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. ഇനി ഒരു പക്ഷേ വേറൊരു രീതിയിൽ കൂടി നമുക്ക് വ്യാഖ്യാനിക്കാം. ഈ മരുമക്കൾ, അതായത് മകന്റെ ഭാര്യയ്ക്ക് പകർന്നു കൊടുത്താൽ മകനും ഇത് പഠിക്കുമല്ലോ, അല്ലെങ്കിൽ മക്കൾക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അതിനകത്ത് മകന്റെ ഭാര്യ ഇവിടെയാണല്ലോ വരുന്നത്. അതൊക്കെ വല്ലാത്ത ന്യായീകരണങ്ങളാണല്ലോ. അതിപ്പോ മുഖ്യമന്ത്രി പറഞ്ഞാലും മരുമകൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അതുവഴി മകൻ പഠിക്കുമെന്ന് പറയുന്നത്, അതിനേക്കാൾ ഒറ്റ വാക്കിൽ മക്കൾ എന്ന് പറഞ്ഞെടുത്ത് മരുമക്കൾ എന്ന് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേണ്ടായിരുന്നു. പിന്നെ ചേട്ടൻ അത്രത്തോളം ശ്രദ്ധിച്ചു കാണില്ല എന്ന് പറയുമ്പോൾ അളന്നു തൂക്കി എല്ലാ കാര്യങ്ങളും പരിശോധിച്ച് സംസാരിച്ചിരുന്ന പ്രതിപക്ഷ നേതാവായിരുന്നു വി.ഡി. സതീശൻ. മാത്രമല്ല മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ആ വി.ഡി. സതീശൻ മുഖ്യമന്ത്രി ആയപ്പോൾ അദ്ദേഹം അത് ശ്രദ്ധിച്ചില്ല എന്ന് പറഞ്ഞാൽ എന്തൊരു കാര്യം പറഞ്ഞാലും ഇപ്പൊ നമ്മൾ നോർമലായിട്ട് എന്തൊരു കാര്യം പറഞ്ഞാലും ഒരാളെ കളിയാക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ തമാശക്ക് പറയുന്ന കാര്യങ്ങൾ പഴയതുപോലെയല്ല. നമ്മൾ ചിന്തിക്കും, ഞാൻ അവരെ ബോഡി ഷെയിം ചെയ്തതല്ലേ, ഞാൻ ഈ പറയാൻ പോകുന്ന സെന്റൻസ് പൊളിറ്റിക്കലി കറക്റ്റ് ആണോ ഇൻകറക്റ്റ് ആണോ എന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹത്തിലേക്ക് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അദ്ദേഹം ഇതൊന്നും ഉദ്ദേശിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഇങ്ങനെ ഒന്നും ചിന്തിച്ചിട്ടില്ല എന്നൊന്നും പറയുന്നത്, അത് പ്രത്യേകിച്ച് ഏത് വിഷയത്തിലും വിവാദം ഉണ്ടാക്കാൻ നിൽക്കുന്ന ആളുകൾ എങ്ങനെ എടുക്കുമെന്ന് ചിന്തിക്കണമായിരുന്നു. ഇതിനകത്ത് ഒരു കാരണവശാലും പിന്നെ ഇങ്ങനെ ഒരു വിവാദത്തിലേക്ക് എത്തുമെന്ന് മുഖ്യമന്ത്രി ചിന്തിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം മുഖ്യമന്ത്രി ഉദ്ദേശിച്ചത് പരമ്പരാഗത രീതി കൈമാറുന്നതിനെ കുറിച്ചാണ്. അത് മക്കൾക്കായാലും മരുമക്കൾക്കായാലും, അല്ലെങ്കിൽ അത് ആണായാലും പെണ്ണായാലും എന്നുള്ള രീതി, അത് ഇതിനെപ്പറ്റി ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല എന്നല്ല, അതായിരിക്കില്ല ഉദ്ദേശിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. ഈ രീതിയെ കുറിച്ചാണ്, അതിലായിരിക്കും കോൺസെൻട്രേറ്റ് ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നു. പറഞ്ഞു വന്നപ്പോ മകന്റെ ഭാര്യയ്ക്ക് എന്നുള്ളൊരു എടുത്തു പറഞ്ഞതാണ് ഇപ്പൊ ഒരു പ്രശ്നമായത്. മക്കൾക്കൊന്നും അല്ലെങ്കിൽ മരുമക്കൾക്കൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. മരുമക്കൾക്കും മക്കൾക്കെന്ന് പറഞ്ഞില്ല, സത്യത്തിൽ ഇതൊന്നും വലിയ പ്രശ്നങ്ങളല്ല. പക്ഷെ നമ്മുടെ ഒരു സമൂഹം ഏത് വിഷയത്തെയും വിവാദങ്ങളാക്കി മാറ്റാൻ. പിന്നെ മറ്റൊരു കാര്യമുണ്ട്, സതീശൻ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട ആരോപണം വരുമ്പോൾ തന്നെ സതീശൻ അന്നെടുത്തൊരു നിലപാട് സ്ത്രീപക്ഷ നിലപാടാണ്, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് വേണ്ടിയാണ്. എന്നാൽ ശശിയെ സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ ആ സ്ത്രീപക്ഷ നിലപാട് എവിടെ പോയി എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ദിരാ ഗ്യാരണ്ടി, പ്രിയദർശിനി, പിങ്ക് ബസ്, ഇതെല്ലാം സ്ത്രീകൾക്ക് വേണ്ടി സംസാരിച്ചിരുന്ന മുഖ്യമന്ത്രി അടുക്കളയിൽ കിടക്കേണ്ടവരല്ല സ്ത്രീകൾ, അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് വരട്ടെ എന്ന മെസ്സേജ് കൊടുത്ത മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞ പ്രസ്താവന തിരിച്ച് സ്ത്രീകൾ അടുക്കളയിൽ കൂടി കിടക്കേണ്ടവരാണ് എന്ന് വ്യാഖ്യാനിച്ചാൽ നമുക്കൊന്നും പറയാനാകില്ല. ഇനിയിപ്പോ മുൻപായിരുന്നെങ്കിൽ ഇദ്ദേഹം പ്രതിപക്ഷ നേതാവായിരിക്കുന്ന സമയത്ത് പിണറായി വിജയനാണ് ഇത്തരം ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞതെങ്കിൽ വി.ഡി. സതീശൻ ഉറപ്പായും ആ സ്റ്റേറ്റ്മെന്റിൽ പിടിച്ചു തൂങ്ങുമായിരുന്നു, സ്ത്രീ വിരുദ്ധ പരാമർശമാണെന്ന് പറയുമായിരുന്നു. എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ചെയ്യുന്നുള്ളത്. എന്തായാലും വി.ഡി. സതീശൻ ഈ ഒരു ഉദ്ദേശിച്ചിട്ടായിരിക്കില്ല പറയുന്നത്. കാരണം ഇത്രയും കാര്യങ്ങൾ സ്ത്രീകൾക്ക് വേണ്ടി സ്ത്രീപക്ഷ സർക്കാർ എന്നുള്ള നിലപാടുകൾ എടുത്തുകൊണ്ട് ഓരോരോ പദ്ധതി നടപ്പിലാക്കുന്ന വി.ഡി. സതീശൻ ഒരിക്കലും ഈ ഒരു കാര്യത്തിൽ സ്ത്രീകളെ അധിക്ഷേപിക്കാനായിട്ട് പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ രീതിയിലാണല്ലോ ഇപ്പൊ ചർച്ചകൾ എങ്ങനെയാണ് വരുന്നത്, പല രീതിയിലാണ് വരുന്നത്. അദ്ദേഹം ഒരിക്കലും സ്ത്രീകളെ അധിക്ഷേപിക്കാനെന്നൊന്നും ഞാൻ പറഞ്ഞില്ല, അങ്ങനെ ഒരു അഭിപ്രായം എനിക്കില്ല. ഒരു കാര്യമുണ്ട്, സ്ത്രീകളെ അധിക്ഷേപിക്കാൻ പറഞ്ഞതാണെന്നൊരു അഭിപ്രായം എനിക്കില്ല. ഉള്ളിലുള്ള കാര്യം ചില സമയത്ത് വേറൊരു കാര്യം എന്താ വെച്ചാൽ, ഇതിനകത്ത് കഴിഞ്ഞ ദിവസം സ്ത്രീപക്ഷ സർക്കാർ എന്ന് പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം LDFന്റെ, അതായത് എതിർ പാർട്ടിയിലുള്ള ആളാണ്, അവരുടെ ഒരു പ്രമുഖ നേതാവായിരുന്ന മുതിർന്ന നേതാവ് കൂടിയായ P.K. ശ്രീമതി ഒരു പത്രസമ്മേളനത്തിനടുത്ത് കരയുന്നൊരു അവസ്ഥയുണ്ടായി. അവരുടെ ഒരു ചില യൂട്യൂബ് ചാനലുകൾ വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നു. പിറ്റേന്ന് തന്നെ
സാധാരണഗതിയിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവാറില്ല. പിറ്റേന്ന് തന്നെ അതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ട് ഉത്തരവിടാനോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അന്വേഷിച്ച് കണ്ടെത്താനോ ഓർഡർ ഇട്ടു. അത് അത്രയും ഫാസ്റ്റ് ആയിരുന്നു. മറ്റുള്ള ഒരു സംഭവങ്ങൾ കുറെ കാലം ഇങ്ങനെ ആരെങ്കിലും പറഞ്ഞ് കുറെ കാലം മുഖ്യമന്ത്രിക്ക് പരാതി നൽകി എപ്പോഴെങ്കിലുമൊക്കെ ഒരു അന്വേഷണം വന്നാലേ, പക്ഷെ ശ്രീമതി അങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്ന് പറഞ്ഞതിന്റെ പിറ്റേന്ന് അങ്ങനെ എന്തുകൊണ്ടും ഇതുവരെ വെച്ചിട്ടുള്ള കാര്യങ്ങൾ നോക്കിയാൽ എല്ലാം തന്നെ സ്ത്രീകൾക്ക് എതിരായിട്ടൊന്നും പറയുന്ന ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ പാർട്ടിയിലെ തന്നെ പോഷക സംഘടനയിലെ സ്ത്രീകൾ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിക്കെതിരെ സംസാരിച്ചിരുന്നു. അതുകൊണ്ട് എല്ലാ വിഷയത്തിലും പൂർണ്ണമായി മുഖ്യമന്ത്രി ന്യായീകരിക്കാൻ കഴിയില്ല. പിന്നെ അദ്ദേഹം ഈ പറഞ്ഞ വാക്ക് അല്ലെങ്കിൽ പ്രസ്താവന എന്ന് പറയുന്നത് സ്ത്രീകൾ അടുക്കളയിൽ, അദ്ദേഹത്തിന്റെ പ്രായം, ഞാൻ അല്ലെങ്കിൽ ആ ഒരു തരത്തിൽ പറയുകയല്ല, അദ്ദേഹത്തിന് കുറച്ച് പ്രായമുണ്ട്, പ്രായമായ ആളുകളുടെ, ഇപ്പൊ എന്റെ അച്ഛന്റെ ഉള്ളിലാണെങ്കിലും അച്ഛൻ ചിന്തിക്കുന്നത് എന്താണ്, പെണ്ണായതുകൊണ്ട് അടുക്കളയിൽ ജോലി ചെയ്യണം, ആ ഒരു ചിന്താഗതി സ്വാഭാവികമായി വന്നതാണ്. എത്രയൊക്കെ നമ്മൾ എഡിറ്റ് ചെയ്ത് സംസാരിക്കാൻ ശ്രമിച്ചാലും ചില സമയത്ത് നമ്മുടെ കയ്യിൽ നിന്ന് പോകും. അതാണ് മുഖ്യമന്ത്രിയിൽ നിന്നും കണ്ടത്. ഇതിൽ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിൽ ഏറ്റവും ഒടുവിൽ 2 വിവാദങ്ങളാണ് വന്നിരിക്കുന്നത്. മഹിളാ കോൺഗ്രസ് പരാതി നൽകാനോ നിവേദനം നൽകാനോ എത്തിയപ്പോൾ മോശമായിട്ട് പെരുമാറി അപമാനിച്ചു എന്നുള്ളൊരു വിവാദമുണ്ട്. അതിൽ ഇതുവരെ വി.ഡി. സതീശൻ മറുപടി നൽകാൻ എത്തിയിട്ടില്ല. അതേപോലെ ഈ ഒരു സംഭവത്തിൽ ഇത് ഇന്നലെ കഴിഞ്ഞ ദിവസം നടന്ന പ്രസംഗത്തിനിടയിലാണ് ഈ സംഭവം ഉണ്ടായത്. ഈ ഒരു സംഭവം വിവാദമായതിനെ തുടർന്ന് ഇനി ഇതിന്റെ ഒരു മറുപടി നൽകാനും വി.ഡി. സതീശൻ എത്തുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതുവരെ ഉണ്ടായ വിവാദങ്ങൾക്കൊക്കെ വ്യക്തമായ മറുപടി പറയാൻ വി.ഡി. സതീശൻ എത്താറുണ്ട്. അത് വളരെ വ്യക്തമാകും തന്നെ അതിന് മറുപടി നൽകാറുമുണ്ട്. ഇനിയുള്ള ദിവസങ്ങളിൽ അങ്ങനെ ഒരു മറുപടി വി.ഡി. സതീശന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്.